നമസ്കാരം. ഇറാൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ചർച്ചകൾ ഇസ്ലാമാബാദിൽ പുനരാരംഭിക്കുമെന്ന സൂചന നൽകിക്കൊണ്ടാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും രംഗത്തെത്തിയിരിക്കുന്നത്. അടുത്ത 2 ദിവസത്തിനുള്ളിൽ എന്തെങ്കിലും സംഭവിക്കാം, കാരണം ഞങ്ങൾ അങ്ങോട്ട് പോകാൻ താല്പര്യപ്പെടുന്നുണ്ട്. നിങ്ങൾ ഇസ്ലാമാബാദിൽ തുടരണം. ന്യൂയോർക്ക് പോസ്റ്റുമായുള്ള അഭിമുഖത്തിലാണ് ട്രംപ് ഇക്കാര്യം വ്യക്തമാക്കിയത്. എന്തായാലും പാകിസ്ഥാൻ ആർമി ചീഫ് ഫീൽഡ് മാർഷൽ അസീം മുനീർ മികച്ച പ്രവർത്തനം നടത്തുന്നുണ്ട് എന്നാണ് ട്രംപ് വ്യക്തമാക്കിയത്. അതേസമയം ഇസ്ലാമാബാദിൽ തന്നെ ചർച്ചകൾ നടത്തുമോ എന്നത് സംബന്ധിച്ച് കൂടുതൽ പ്രതികരണങ്ങളൊന്നും ലഭ്യമായിട്ടില്ല. ചർച്ച പുനരാരംഭിക്കുന്നത് സംബന്ധിച്ച് ഇറാന്റെ ഭാഗത്തു നിന്നും ഔദ്യോഗികമായ പ്രതികരണം വന്നിട്ടില്ല. ഇസ്ലാമാബാദിൽ നടന്ന ആദ്യ ചർച്ചയിൽ ഇറാനും US തമ്മിലുള്ള തർക്കം പരിഹരിക്കുന്നതിൽ പുരോഗതി ഉണ്ടായിട്ടുണ്ട് എന്ന് രണ്ടു പക്ഷവും വ്യക്തമാക്കിയിരുന്നു. താൽക്കാലിക വെടിനിർത്തൽ കാലാവധി അവസാനിക്കുന്നതിന് മുമ്പായി തന്നെ രണ്ടാം ഘട്ട ചർച്ച നടക്കുമെന്നാണ് സൂചന. ആദ്യ 24 മണിക്കൂറിൽ ഒരു കപ്പലിനും US ഉപരോധം മറികടക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് US സൈന്യം അവകാശപ്പെടുന്നത്. 6 ചരക്കു കപ്പലുകളെ തിരികെ അയച്ചതായും സൈന്യം വ്യക്തമാക്കുന്നുണ്ട്. ഇറാനിയൻ തുറമുഖങ്ങളിൽ പ്രവേശിക്കുന്നതും പുറത്തു പോകുന്നതുമായ കപ്പലുകളെ തടയുന്ന ദൗത്യത്തിൽ 10,000-ത്തിലധികം US നാവികർ, മറീൻ കോർപ്സ് അംഗങ്ങൾ, എയർമെൻ എന്നിവരും 1 ഡസനിലധികം യുദ്ധക്കപ്പലുകളും ഡസൻ കണക്കിന് വിമാനങ്ങളും പങ്കാളികളാണ്.